അപ്പോൾ ഹായ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. കാര്യം അങ്ങനെ നിസ്സാരമൊന്നുമല്ല. അപ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും അങ്ങനെയൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാൽ ഞാൻ അപ്പം തന്നെ വീഡിയോ ചെയ്യാമെന്ന് വെച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഒരുങ്ങി. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടോ, എനിക്കിന്നലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസമായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സെലിബ്രിറ്റീൻ്റെ സ്റ്റാറ്റസും സ്റ്റോറീസൊക്കെ കാണുകയുണ്ടായി. ഇത് കഴിഞ്ഞ ദിവസം മാത്രമല്ല, മുന്നത്തെ വർഷവും ഇതുപോലെ തന്നെ ആയിരുന്നു. അതിൻ്റെ മുന്നത്തെ വർഷം ഇതുപോലെ തന്നെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആ സെലിബ്രിറ്റി ഇങ്ങനെ കാണാൻ മറയത്താണ്. അപ്പോൾ മറ്റാരുമല്ല, നമ്മുടെ തെന്നിന്ത്യൻ താരസുന്ദരി അസിൻ. നിങ്ങൾക്ക് അസിനെ എല്ലാവർക്കും ഓർമ്മയില്ലേ? അതായത് മലയാള നടിയാണെങ്കിലും തമിഴിലാണ് ആ നടി തിളങ്ങിക്കൊണ്ടിരുന്നത്. ഒരു കാലത്ത് മെയിൻ നടിമാരിൽ ഒരാളായി മാറിയ അസിൻ ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു അസിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ അത് സ്റ്റോറീസ് കണ്ടപ്പോൾ ഞാൻ വേഗം ക്യൂരിയോസിറ്റിക്ക് അതിങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നു. പക്ഷേങ്കിൽ അവിടെ എവിടെയും അസിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അസിൻ്റെ കുട്ടിയും അസിൻ്റെ ഭർത്താവും ഒക്കെ ആ വീഡിയോയിലുണ്ട്. അസിൻ്റെ ഹസ്ബൻഡ് ഒരു ബൊക്ക കൊടുക്കുന്ന വീഡിയോ വരെ ഉണ്ട്. ആ വീഡിയോൻ്റെ ലാസ്റ്റ് പോലും അസിനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണ് ഈ അസിൻ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാത്തത്? അപ്പോൾ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഈ സെലിബ്രിറ്റീസൊക്കെ തിന്നുന്നതും തുപ്പുന്നതും അതുപോലെ തന്നെ ഈ എയർപോർട്ടിൽ ഇറങ്ങുന്നതും ഒക്കെ ഒപ്പിയെടുക്കാൻ വ്ളോഗേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന കാണാറുണ്ട്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ? അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞവരെ എടുത്താൽ തന്നെ ഈ ആലിയ ഭട്ടും അതുപോലെ തന്നെ നമ്മുടെ അനുഷ്ക, നയൻതാര, അവരൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കാണാറുണ്ട്. പക്ഷെ അസിനെ മാത്രം കല്യാണത്തിന് ശേഷം നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലല്ലോ അല്ലേ? അസിനെ എവിടെയും ഒരു ക്യാമറയിൽ എന്താണ് കുരുങ്ങാത്തതെന്നാണ് എനിക്കൊരു അതിശയം. അത് സ്റ്റോറീസും ഫോട്ടോസൊക്കെ വരുന്നുണ്ട്. അസിൻ ഹോട്ടൽ റിസോർട്ടിലൊക്കെ പോയിട്ടുള്ള കുട്ടിയുടെ ഫോട്ടോസൊക്കെ. അപ്പോൾ അസിൻ വീട്ടിൽ തന്നെ തടവറയിലൊന്നുമല്ല, എന്തായാലും പുറത്തിറങ്ങുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും അസിനെ ആർക്കും പിടികിട്ടാത്തത്? ഒരു കാണാമറയത്ത്, അതായത് ഒരു അദൃശ്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അസിനെ കാണാൻ സത്യത്തിൽ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ? സത്യത്തിൽ ഇന്നലെ ഞാൻ ആ പോസ്റ്റ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലത്തെ ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? ക്യൂരിയോസിറ്റി ഉണ്ടായിട്ടുണ്ടോ? അസിനെ കാണാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് സ്ലിം ബ്യൂട്ടി ആയിരുന്ന അസിൻ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് തടിച്ചു പോയോ? ഇനിയിപ്പോൾ ബോഡി ഷേമിങ് വല്ലതും വരുമെന്ന് പേടിച്ചിട്ടാണോ സോഷ്യൽ മീഡിയയിൽ അസിൻ പ്രത്യക്ഷപ്പെടാത്തത്? ഇങ്ങനെ ഓരോന്നിങ്ങനെ ചിന്തിച്ചു കൂട്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഉറക്കവും പോയി. ഞാൻ കുറേ ഗൂഗിളിലൊക്കെ തപ്പി നോക്കി അസിൻ്റെ ന്യൂ ഫോട്ടോ. അങ്ങനെ നിങ്ങൾ തപ്പി നോക്കിയിട്ടുണ്ടോ? ഇതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഭയങ്കരമായിട്ട് സീരിയസ് വാർത്തകളും ഗോസിപ്പുകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം തോന്നലുകൾ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ? ഇത്രയേ ഉള്ളൂ. ലൈഫ് ഭയങ്കര കോമഡിയാണ്, ചില്ലാണ്. ചില സമയങ്ങളിൽ ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരുമ്പോൾ ഒരു രസമല്ലേ? അപ്പോൾ ലൈഫ് ഇത്രയേ ഉള്ളൂ. നല്ല ഹാപ്പിയായി ചില്ലായിട്ട് കോമഡി ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. കാര്യം നിസ്സാരമല്ല കേട്ടോ. എനിക്ക് അസിനെ കണ്ടേ പറ്റൂ. അസിൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയണം. ഇതുപോലെ തന്നെയാണ് ഇങ്ങനെ ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ നരേന്ദ്രമോദി രാത്രി എങ്ങനെയായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക? ഏത് ഡ്രസ്സായിരിക്കും ഇട്ടിട്ടുണ്ടാവുക? അതുപോലെ തന്നെ ഷാറൂഖ് ഖാൻ, ഇവർക്ക് എന്തായിരിക്കും ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവുക? ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരാറുണ്ടോ? എന്ന് എൻ്റെ മനസ്സിൽ വരാറുണ്ട് കേട്ടോ. ഇനി എൻ്റെ മാത്രം കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും അസിൻ എൻ്റെ ഇന്നലത്തെ ഉറക്കം കെടുത്തി. എനിക്ക് അസിനെ കണ്ടേ പറ്റൂ. നിങ്ങൾ കണ്ടുപിടിച്ച് തരണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഓരോ ദിവസവും അപ്പോൾ നിങ്ങളെ ഇങ്ങനെ ഉറക്കം കെടുത്തുന്ന ആളുകളുണ്ടോ? രാത്രി നിങ്ങളിങ്ങനെ ബുദ്ധി ഓരോന്ന് ചിന്തിപ്പിച്ചിട്ട് കാട് കയറ്റി
ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ബൈ, ടാറ്റാ.